ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ലൊരു അവസരത്തിനായി ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു, ദൈവത്തിനെ സ്തുതിക്കുന്നു, സ്തോത്രം നൽകുന്നു. ഈ YP മീറ്റിങ്ങിൽ കൂടി ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായി ഞങ്ങളൊരു തീം എടുത്തിട്ടുണ്ട്. ഡു നോട്ട് ലെറ്റ് ദ വേൾഡ് മോൾഡ് യു. ഡു നോട്ട് ലെറ്റ് ദ വേൾഡ് മോൾഡ് യു എന്ന തീമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇന്നത്തെ ഈ മീറ്റിംഗ് നടത്തുന്നത്. അപ്പം അതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു ചിന്താഗതിക്ക് നാം കടന്നു പോകാം. വായിക്കാം റോമൻസ് ചാപ്റ്റർ 12:2. ഒരാൾക്ക് വായിക്കാം. റോമൻസ് 12:2. റോമൻസ് 12-ാമത്തെ അധ്യായം 2-ാമത്തെ വചനം. ഒരാൾ ഇംഗ്ലീഷിലും ഒരാൾ മലയാളത്തിലും വായിക്കുന്നതായിരിക്കും. Do not conform to the pattern of this world, but be transformed by the renewing of your mind. Then you will be able to test and approve what God's will is, His good, pleasing and perfect will. ഒരാൾ മലയാളത്തിലും കൂടി വായിക്കുന്നത്. റോമൻസ് 12:2. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ആമേൻ, ഹല്ലേലൂയ. അതായത് ഈ പ്രപഞ്ചത്തിന് ഒത്തതായിട്ടുള്ള വേഷം ധരിക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഈ പ്രപഞ്ചത്തിലുള്ള വേഷം ധരിക്കരുത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള വേഷം നമുക്ക് പറയാം ലോകമോഹങ്ങൾ, പലവിധമായിട്ടുള്ള ഇമ്പങ്ങൾ, ആ കാര്യങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകാതെ ദൈവിക കാര്യങ്ങളിൽ, ആത്മീക കാര്യങ്ങളിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം സത്യസന്ധതയോടെ മുന്നിലോട്ട് പോകുവാൻ വേണ്ടിയിട്ട് ദൈവം നമുക്ക് പൗലോസ് അപ്പോസ്തലനിൽ കൂടി ആലോചന തരുന്നു. അപ്പോൾ നമുക്ക് പണ്ട് അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ കാലങ്ങളിൽ നമുക്ക് പറയാൻ പറ്റും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ കൂടി പോകരുതെന്ന്. പക്ഷേ ഇന്നത്തെ ലോകമെടുത്താൽ ക്രിസ്ത്യാനികളിൽ ചിലർ അവർ ലോകപ്രകാരമായിട്ട്, അതായത് ലോകത്തിലുള്ള ചില ഇൻപങ്ങളെ നമ്മുടെ ആത്മീക ജീവിതത്തിൽ കൊണ്ടുവന്ന്, നമ്മുടെ സഭകളിൽ കൊണ്ടുവന്ന് ചില യവനക്കാരെ, ചില യൂത്ത് പിള്ളേരെ വഴിതെറ്റിക്കുന്ന പല സാഹചര്യവും നാം കാണുന്നു. അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ മോട്ടീവ് ലോകത്തിൽ ഉള്ളവരെ അല്ല, നമ്മളിൽ ഉള്ളവർ ലോകപ്രകാരമായിട്ട് ആണോ ഇരിക്കുന്നത്, അതോ ദൈവ ഇഷ്ടപ്രകാരമാണോ ചെയ്യുന്നതെന്നുള്ളത് നാം മനസ്സിലാക്കണം. നമുക്കറിയാം, പലരും ഇന്ന് യൂത്തിനെ ദേവാലയത്തിൽ കൊണ്ടുവരുവാൻ, അല്ലെങ്കിൽ യൂത്തിനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുവാൻ അവർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും ലോകത്തിന് അല്ലെങ്കിൽ ലോകത്തിലുള്ളതായിട്ടുള്ള കാര്യങ്ങളായിട്ടായിരിക്കുന്നത്. അത് അവർ പറയുന്നത് ഇപ്രകാരമാണ്: യവനക്കാർക്ക് ഇപ്പോൾ എന്താണ് അവർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആഗ്രഹം, അതിനനുസരിച്ചിട്ട് നാം അവരോടൊപ്പം പോയി അവരെ യേശുവിലേക്ക് നയിക്കാമെന്നാണ് അവരുടെ ചിന്ത. പക്ഷേ അത് ഏറ്റവും തെറ്റായിട്ടുള്ള ചിന്തയാണ്. നാം അവരിൽ കൂടി അല്ല യേശുവിനെ കാണിക്കേണ്ടത്, അവരെ നമ്മളിൽ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ യേശുവിനെ കാണിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ കൂടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി പോയാലോ, സഭകളിൽ പോയാലോ, ഒരു കൺവെൻഷനിൽ പോയാലോ, ഒരു യൂത്ത് മീറ്റിങ്ങിൽ പോയാലോ, നമ്മൾ അവിടെ നോക്കേണ്ട കാര്യം അവർ ആത്മീകമായിട്ട് ദൈവത്തിൻ്റെ വചനം ദൈവ ഇഷ്ടപ്രകാരം പറയുമോ, അതോ നമുക്ക് ഇഷ്ടപ്രകാരം നമ്മളുടെ കാര്യങ്ങൾക്ക് ഒത്തതായിട്ട് നമ്മൾ എന്ത് ആഗ്രഹിക്കുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണോ പറയുന്നതെന്നുള്ളത് നാം ചിന്തിച്ച് നോക്കേണ്ടതാണ്. അപ്പോൾ ഈ ലോകത്തിൽ വേഷം ധരിക്കാതെ, ഈ ലോകത്തിൽ വേഷം ധരിക്കുന്നവരും സഭകളിൽ ചെന്നായ്ക്കൾ ആട്ടിൻ്റെ വേഷം ധരിച്ച് വരുന്നതും ഒന്നായിട്ടാണ് നാം കാണാൻ കഴിയുന്നത്. അപ്പം ഇത് രണ്ടും മനസ്സിലാക്കാൻ കഴിവുള്ളവരായി നാം മാറണം. വരുന്ന വർഷങ്ങളിൽ നാം ബുദ്ധിയുള്ളവരായി ദൈവത്തിനെ പ്രസാദിപ്പിച്ചിട്ട് ബൈബിളിൽ എന്ത് പറഞ്ഞിരിക്കുന്നു, ദൈവാലോചന എന്ത് പറഞ്ഞിരിക്കുന്നു, അതിനനുസരിച്ചിട്ട് ലോകത്തിന് വേഷം ധരിക്കാതെ, ചെന്നായ്ക്കളെ പോലെ ആട്ടിൻ്റെ വേഷം ധരിക്കാതെ, അങ്ങനെ ലോകത്തിൻ്റെ വേഷവും ആട്ടിൻ്റെ വേഷവും ധരിച്ചു വരുന്നവരെ മനസ്സിലാക്കിയിട്ട് തിരിച്ചറിഞ്ഞിട്ട് അവരിൽ നിന്നും നാം മാറി ദൈവത്തിന് പ്രസാദമായിട്ടുള്ളതും ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് അനുസരിച്ചിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നാം ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ചെറിയ മെസ്സേജ് ഇവിടെ ഞാൻ നിർത്തുന്നു. ആമേൻ. ദൈവം